ഗീബത്ത് പറയുന്നതിനെ കണിശമായി വിരോധിച്ച മതമാണ് ഇസ്ലാം. പോരാ, ഗീബത്ത് പറയരുത് എന്ന് മാത്രമല്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ തന്നെ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ റഈസുൽ ഉലമ കയറി വന്നു. റഈസുൽ ഉലമ കയറി വന്നപ്പോൾ ഞാൻ റഈസുൽ ഉലമ വരുന്നുണ്ട് തന്നെ തക്ബീർ ചൊല്ലിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാഹത്തായി, എനിക്കും റാഹത്തായി. അതേസമയത്ത് അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ് ഉസ്താദ് നിസ്കരിക്കാൻ പോയിട്ട് വീണ്ടും വന്ന് നേരെ വീണ്ടും ഞാൻ തക്ബീർ ചൊല്ലാലോ, നിങ്ങൾ തക്ബീർ കേൾക്കാനാണ് വന്നത്, നമ്മൾ വന്നത് ഇവിടെ പ്രസംഗം കേൾക്കാനല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നൂലേ? സമയത്തിന് വിലയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആദ്യത്തത് കാണാത്ത ഒരാള്, അയാൾ സൂഫി വഴിയിലാണെങ്കിൽ അയാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിന്റെ വേണ്ടത് അത് നേരത്തെ കയറിയപ്പോ ആദരവും ബഹുമാനമൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടാമത് കയറിയാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം, അല്ലെങ്കിൽ നല്ല ചിന്ത വേണം, അല്ലെങ്കിൽ നല്ല കൽബ് വേണം. അപ്പോഴേ സൂഫിയാവുള്ളൂ. സൂഫി തന്നെ മൂലയിൽ എന്നാ സൂഫിയാവൂല. അതിനെന്ത് വേണം? ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. തെറ്റിദ്ധാരണ അത് വലിയ തെറ്റാണ്. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നല്ലതേ ധരിക്കാവൂ. ദുന്നൂ ബിൽ മുഅ്മിനീന ഖൈറ. മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലതേ വിചാരിക്കൂ.